ഡിയർ ഓൾ, പാഷൻ ടു ബിസിനസ് എന്ന നമ്മുടെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീഡിയോയ്ക്ക് വളരെ നല്ലൊരു റെസ്പോണ്ട് ആയിരുന്നു നിങ്ങൾ എല്ലാവരും തന്നത്. അതിന് താഴെ വന്ന കമന്റുകളാണ് എന്നെ ഈ വീഡിയോ ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതിന് താഴെ ഒരുപാട് പേര് കമന്റ് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് സ്റ്റിച്ചിങ് നല്ല രീതിയിൽ അറിയാം, എനിക്ക് സ്റ്റിച്ചിങ് അറിയാം, എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, ഞാൻ തയ്യൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പക്ഷേ ഇത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നിങ്ങനെയുള്ള നിരവധി കമന്റുകൾ അതിന്റെ താഴെ കാണാനിടയായി. അതിനുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു രീതിയിൽ തയ്യൽ തുടങ്ങണമെങ്കിലോ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള കഴിവിൽ കോൺഫിഡൻസ് വിചാരിക്കുക. നിങ്ങൾ പുതിയ തുണി മേടിച്ച് വെട്ടി സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ വീടിനടുത്തുള്ള ആളുകൾ എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ അത് സ്റ്റിച്ച് ചെയ്ത് വളരെ ഭംഗിയായിട്ട് കോൺഫിഡൻറ്റോട് കൂടി ആ തുണി വാങ്ങിച്ചു വെച്ചിട്ട് ആ തുണി നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളുടെ ഈ ലോകത്ത് എത്ര വണ്ടികൾ ആക്സിഡന്റ് ഉണ്ടാവുന്നു. അതെല്ലാം ഓടിക്കാൻ പഠിച്ച് പരിശീലിക്കുന്ന ആളുകളാണോ വരുത്തി വെച്ചിരിക്കുന്നത്? അല്ല, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാര് ഓടിക്കുമ്പോൾ അപകടം സംഭവിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്തേക്ക്, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ പോലും നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ പറ്റാം. ഇപ്പൊ നമ്മളെല്ലാം കുക്ക് ചെയ്യുന്നവരാണ്, എന്നും നമ്മൾ ഒരുപോലെ കുക്ക് ചെയ്യുന്നു. പക്ഷെ ചില സമയത്ത് നമുക്ക് ടേസ്റ്റ് അത്ര നന്നാവില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ ഒന്നാവില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അതൊന്നും സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതായത് കസ്റ്റമറോട് ഒരു തുണി മേടിക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്താൽ ഇത് ശരിയാവോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങളത് വാങ്ങിക്കരുത്. ഞാനത് ചെയ്തേക്കാം, ഭംഗിയായിട്ട് ചെയ്തേക്കാം എന്നുള്ള ആ കോൺഫിഡൻറ്റോടുകൂടി നമ്മളത് മേടിച്ചു വെക്കുമ്പോൾ അവർക്കും അതൊരു സമാധാനമാണ്. നമ്മളൊരു പേടിച്ചരണ്ട് ആ തുണി മേടിച്ചു വെക്കുമ്പോൾ അവർക്കുടെ ഉള്ളിൽ, കസ്റ്റമറുടെ ഉള്ളിൽ എന്തായിരിക്കും, എന്റെ ദൈവമേ ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകെ നശിപ്പിച്ച് കുളമാക്കുമോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അവരും പോകുന്നത്. പിന്നെ അവരതിനകത്ത് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനായിരിക്കും നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ആളുകൾക്കും സംഭവിക്കും. ഇപ്പൊ എന്നെ പഠിപ്പിച്ച മാസ്റ്റർ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, കല്യാണത്തിന്റെ സാരിയിൽ മുന്താണി മുറിച്ച് ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊടുത്തു. അവിടെ ഇരുന്ന വേറെ സ്റ്റിച്ച് ചെയ്യണ ആളും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്നൊരു പാർട്ട് മുറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തു. ലാസ്റ്റ് സാരി വന്നു കഴിഞ്ഞപ്പോൾ സാരിക്ക് 2 ബ്ലൗസിന്റെ മെറ്റീരിയൽ കുറവ് വന്നു. അത് കല്യാണ വസ്ത്രമാണെന്ന് വിചാരിക്കണം. അപ്പൊ അതുപോലെ വലിയ വലിയ മാസ്റ്റർ കട്ടിങ് ചെയ്താലും അങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കും. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ ആ ഒരു ചുരിദാർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കവലകളോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ നോട്ടീസ് എന്തെങ്കിലും വിതരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു നോട്ടീസ് അടിച്ചു കൊടുക്കാനോ അതിനൊന്നും ആവശ്യം ഇപ്പൊ തന്നെ ഇല്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും ഉള്ളത്. പണ്ട് ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോന്ന് പറഞ്ഞാൽ അത്രയും ഒരു പബ്ലിസിറ്റി ഇല്ല, സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ നോട്ടീസൊക്കെ അടിച്ച് ഞങ്ങൾ ഇന്ന രീതിയിൽ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ലേഡീസൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് നോട്ടീസ് കൊടുക്കുകയും ഞങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും പബ്ലിസിറ്റി മേടിച്ചെടുത്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ചുരിദാർ തയ്ച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നത് നല്ല ഭംഗിയിലാണ് ഞാൻ തയ്ച്ചേക്കണം ഗൈസ് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരുടെ മുമ്പിലും വന്നിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യുകയും ഒരു പേജിനകത്തേക്ക് അത് എടുത്തിടുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആളുകൾ അത് കാണും. എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളൊരു ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കരുത്, പക്ഷെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു നല്ല റിസൾട്ട് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. നമ്മൾ ബിഗർ ആയിട്ട് ചിന്തിക്കാതെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിനെ ചിന്തിക്കുകയും അതിനെ പ്രോഗ്രസ് ആയിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾ ആദ്യം ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നോട് കൂടുതൽ ആളുകളും ചോദിച്ചിരുന്നു രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ വീട്ടില് ഒരു 5 ഹോഴ്സ് പവറിന് മുകളിലോട്ട് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള മെഷീനറികളും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ MSME രജിസ്ട്രേഷനൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് മുകളിലോട്ട് കറണ്ട് ബില്ലൊക്കെ ആയി കഴിയുമ്പോൾ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് ഒരു 3-4 മെഷീനൊക്കെ ഇട്ട് വീട്ടിലിരുന്ന് ഒരു യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല. അത് മാത്രമല്ല MSME രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബിസിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് അതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വഴിയെ നടക്കുമ്പോൾ തനിയെ വഴി തെളിയും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ നടക്കുക, അപ്പൊ വഴി താനേ തെളിഞ്ഞോളും. അപ്പൊ അതിനെക്കുറിച്ച് 1
ബൈ 1 ആയിട്ടുള്ള ഓരോ റിക്വയർമെന്റ് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചോളും, എന്താ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ, അപ്പൊ നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുമായിട്ട് പോകണം. അതല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആക്കി വെച്ച് എല്ലാം ഭംഗിയാക്കി വെച്ചിട്ട് നമ്മൾ തുടങ്ങുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാനേ സാധിക്കില്ല, ഒരു കാര്യം തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു ക്വാളിറ്റി ആണോ സ്കില്ലാണോ ഉള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ധൈര്യപൂർവ്വം സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റും, അതിപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്താലും അതിനകത്ത് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ധൈര്യമായിട്ട് പ്രീ റിക്വസിറ്റ്സ് ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നിങ്ങളിപ്പോൾ ഭയപ്പെടേണ്ട. ഒരു കുത്തുബോർഡ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനമായിട്ട് തുടങ്ങുമ്പോൾ രജിസ്ട്രേഷൻ വേണം. അത് പഞ്ചായത്തിൽ മാത്രം ഒരു രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ. അത് 1 ഇയർ ആകുമ്പോൾ നമ്മൾ പുതുക്കി കൊണ്ടുപോകേണ്ട ഒരു പേര് വെച്ചിട്ട് നിങ്ങളൊരു പേര് കണ്ടുപിടിച്ച് ആ പേര് വെച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ അതോറിറ്റിയിലോ നിങ്ങളുടെ സ്ഥാപനം എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഒരു രജിസ്ട്രേഷൻ എടുക്കണം. അതിന് വലിയ പ്രോസസ്സ് ഒന്നുമില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന്. ഒരു ആധാർ കാർഡ്, പാൻ കാർഡ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് നിങ്ങൾ വറീഡ് ആവണ്ട. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കടം പറഞ്ഞു വിടരുത്. കസ്റ്റമർ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കടം പറയരുത്. കാരണം എന്താ വെച്ചാൽ അതൊരു ശീലമായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ശീലം നിങ്ങൾ ഒരിക്കലും സൃഷ്ടിച്ചെടുക്കരുത്. നമ്മൾ പണിയെടുക്കുന്നു, അവർക്ക് തുണി മേടിക്കാനായിട്ട് പൈസ ഉണ്ട്. അതായത് 5000 6000 രൂപയുടെയൊക്കെ മെറ്റീരിയൽ മേടിക്കാനും അല്ലെങ്കിൽ നല്ല വില കൂടിയ മെറ്റീരിയലുകളെല്ലാം മേടിക്കാൻ പൈസ ഉണ്ടാവും. ആ സ്റ്റിച്ചിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കടം പറഞ്ഞിട്ട് പോകാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കലും നമ്മൾ കടം കൊടുത്തു വിടരുത് സ്റ്റിച്ചിങ് ചെയ്യുവാണെങ്കിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിലിരുന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഓൾട്ടറേഷൻ ആയിട്ട് കൊണ്ടുവരും. ആ ഓൾട്ടറേഷൻ കൊണ്ടുവന്നാലും നിങ്ങൾ അതിന് പൈസ മേടിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു 10 രൂപ അല്ലെങ്കിൽ 20 രൂപ 30 രൂപ 40 രൂപ ആയിക്കോട്ടെ, അത് നിങ്ങളൊരു ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂല്, ബക്രം, അതുപോലെയാണ് കാര്യങ്ങൾ, ചോക്ക്, അങ്ങനെയുള്ള തീരുന്ന കൊളുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് വിനിയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പണി ചെയ്താൽ നിങ്ങളുടെ മെഷീൻ ഒന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 രൂപയാണെങ്കിലും വാങ്ങിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പടിപടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ധൈര്യം ഓട്ടോമാറ്റിക്കലി വരും. ഇതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വൻ തോതിലേക്ക് വിജയം നിങ്ങൾക്ക് കിട്ടട്ടെ. വിജയാശംസകൾ നേരുന്നു. ബൈ ഫ്രം രാജിമോൾ PS.